കാര്യങ്ങൾ കുട്ടികൾക്കല്ലാതെ മറ്റാർക്കായിരിക്കും കൃത്യമായി പറയാൻ സാധിക്കുക? 9 വയസ്സുള്ളപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു. അതിലൂടെ സ്വയം പഠിക്കുന്നു, മറ്റുള്ളവരെ പഠിപ്പിക്കുന്നു. യൂണിസെഫിൻ്റെ യൂത്ത് കണ്ടന്റ് ക്രിയേറ്ററാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. ഉമ്മായസ്. നമസ്കാരം ഉമ്മ. നമസ്കാരം. എന്തൊക്കെയുണ്ട് ഉമ്മ വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. എങ്ങനെ പോകുന്നു? ഇപ്പോൾ എത്രയിലാണ് പഠിക്കുന്നത്? ഇപ്പോൾ 10ലാണ്. ഇനിയിപ്പോൾ എക്സാമൊക്കെ വരികയാണ്. ബോർഡ് എക്സാമിൻ്റെ ഒക്കെ ടൈം ടേബിളൊക്കെ വന്നല്ലോ. അതേപോലെ ഈ യൂട്യൂബിലേക്ക് എങ്ങനെയാണ്? അത് 9 വയസ്സുള്ളപ്പോഴാണ്, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എങ്ങനെയായിരുന്നു അതിലേക്ക് എത്തിയത്? അത് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ പെട്ടെന്ന് ഒരു ദിവസമാണ് സ്കൂൾ അടച്ചത്. പെട്ടെന്ന്, അതായത് നമ്മൾ സ്കൂളിൽ നിന്ന് ഒരു ദിവസം പറയുന്നു ഇന്നോട്ട് ക്ലാസ് ഇല്ല. അപ്പോൾ ആനുവൽ എക്സാം ഉണ്ടായിരുന്നില്ല. ആദ്യം സന്തോഷമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനുവൽ എക്സാം ഇല്ല, വെക്കേഷൻ 3 മാസം വെക്കേഷൻ കിട്ടും. മാർച്ചിലാണ് സ്കൂൾ അടച്ചത്. അപ്പോൾ പിന്നെയാണ് ഇങ്ങനെ അറിയുന്നത്, ഇങ്ങനെ കോവിഡ് ഒരു പാൻഡമിക് വരുന്നു, അങ്ങനെ ലോക്ക്ഡൗൺ, നമുക്ക് എവിടെയും പോകാൻ പറ്റില്ല, എനിക്കിപ്പോൾ നാട്ടിൽ പോകാൻ പറ്റില്ല. അപ്പോൾ ഫുള്ള് എല്ലാവരും ലോക്ക്ഡ് ആയല്ലോ. അപ്പോൾ എല്ലാ കുട്ടികളും ഇതേപോലെ വീടിൻ്റെ ഉള്ളിലായി, ഞാനും ഇങ്ങനെ വീടിൻ്റെ ഉള്ളിലായി. അപ്പോൾ ആ സമയത്ത്, അതായത് 9 വയസ്സുള്ള സമയത്ത് ഇപ്പോൾ ഞാൻ നല്ലപോലെ ഇങ്ങനെ ഒരുപാട് സംസാരിക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ അമ്മയാണ് ഇങ്ങനെ ഫസ്റ്റ് ഒരു ഐഡിയ പറയുന്നത്, നമുക്കിങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഇപ്പോൾ അതിൽ എന്തെങ്കിലും വെറുതെ വീഡിയോസൊക്കെ ഇടാം എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഉമ്മക്കുട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു ചാനൽ വെറുതെ സ്റ്റാർട്ട് ചെയ്തത്. തമാശയ്ക്ക് തുടങ്ങിയ ചാനലായിരുന്നു. അതിലാദ്യം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഫസ്റ്റ് ഇടുന്നത് ഈ കോവിഡിൻ്റെ സമയത്ത് ഒരു കോവിഡ് അവയർനെസ് പോലെ എങ്ങനെയാണ് കൈകൾ എങ്ങനെയാണ് വൃത്തിയായിട്ട് കഴുകുക എന്നുള്ള രീതിയിൽ, അതായിരുന്നു ഫസ്റ്റ് വീഡിയോ. അതിന് ശേഷം ഇങ്ങനെ ഇപ്പോൾ ബുക്ക് റിവ്യൂ, പിന്നെ അല്ലാതെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ കോവിഡ് അവയർനെസ് അങ്ങനത്തെ ചെറിയ വീഡിയോസൊക്കെ ആയിരുന്നു ആദ്യം ഇടുന്നുണ്ടായിരുന്നത്. പിന്നെയാണ് ഞങ്ങൾക്ക് ഇപ്പോൾ എയ്ഡഡ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കൈറ്റ് വിക്ടേഴ്സിലായിരുന്നു ഞങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഉള്ള ഒരു മലയാളത്തിലൊരു ചാപ്റ്റർ വെറുതെ പറഞ്ഞിട്ട് ഡബ് ചെയ്തിട്ട് ഇട്ടു. അപ്പോൾ ആ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് കുറേ പേര് കണ്ടു ആ വീഡിയോ. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ഒരുപാട് പേര് കണ്ടപ്പോൾ എന്നാൽ പിന്നെ അങ്ങനത്തെ കുറച്ച് വീഡിയോകൾ അങ്ങനെ ഇട്ടു തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ അത് ഒത്തിരി പേര് കണ്ടു. അങ്ങനത്തെ വീഡിയോകളൊക്കെ, ക്ലാസ്സുകൾ ഒത്തിരി പേര് കണ്ടു. അങ്ങനെയാണ് ചാനലിൽ പിന്നെ മുന്നോട്ട് അങ്ങനത്തെ ഇപ്പോൾ 5, 6, 7 ക്ലാസ്സുകളായിരുന്നു ഞാൻ ആ കോവിഡ് ടൈമിൽ ഫുള്ള് ചെയ്തുകൊണ്ടിരുന്നത്. അത് ഒരുപാട് പേര് കാണുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഇടയ്ക്കൊരു സമയത്ത് ചാനൽ കുറച്ച് നാൾ ഒരു ബ്രേക്ക് വന്നിരുന്നു. പക്ഷെ ഇപ്പോൾ ഞങ്ങൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു ചാനലൊന്ന് ആക്റ്റീവായി നിർത്താൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ബുക്ക് റിവ്യൂസൊക്കെയാണ് കൂടുതൽ ഇടുന്നത്. അപ്പോൾ ഇനി വീണ്ടും കണ്ടന്റുകൾ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ എനിക്ക് സമയം കിട്ടുമ്പോൾ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അമ്മയാണ് കൂടുതലും ഹാൻഡിൽ ചെയ്യുന്നത്, ഞാനും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് വരുന്നു. എങ്ങനെയായിരുന്നു ഈ കണ്ടന്റ്? അത് പ്രിപ്പയർ ചെയ്യുന്നതാണോ, നോട്ട്സ് ആയിട്ട് ചെയ്തിട്ട് ഇപ്പം ഒരു ചാപ്റ്റർ വായിച്ചിട്ട് നോട്ട്സ് മാറ്റി വെച്ചിട്ട് അത് വായിക്കുകയാണോ? എങ്ങനെയാണ് ആ ഒരു രീതി? അത് ഞങ്ങളിപ്പോൾ ഒരു ചാപ്റ്റർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ സ്ലൈഡ്സ് ആക്കും. നമ്മൾ സ്ലൈഡ്സ് ആക്കിയിട്ട് അതിലെ ആക്ടിവിറ്റീസ്, ആ ചാപ്റ്റർ അത് സ്ലൈഡ്സ് ആക്കിയിട്ട് ഡബ് ചെയ്യും. ഞങ്ങൾ വോയിസ് ഓവർ ആയിരുന്നു, വീഡിയോസ് ആയിരുന്നില്ല, വോയിസ് ഓവറുകളായിരുന്നു ചെയ്യുന്നുണ്ടായിരുന്നത്. ഡബ് ചെയ്തിട്ട് അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യും. അങ്ങനെയായിരുന്നു ചെയ്തത്. സ്ലൈഡ്സ് വെച്ചിട്ട് സ്ലൈഡ്സിൽ പറയുമായിരുന്നു, അത് നോക്കി പറയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. യൂണിസെഫിന്റെ ഒരു അതിലേക്ക് എങ്ങനെ എത്തുന്നത് കണ്ടന്റ് ക്രിയേഷൻ? യൂണിസെഫിൽ എത്തുന്നതും മെയിൻലി യൂട്യൂബ് വഴി തന്നെയാണ് എല്ലാം തുടങ്ങുന്നത്. യൂട്യൂബിൽ ഇടയ്ക്ക് ഞാൻ ഈ യൂട്യൂബ് ആ സമയത്ത് കോവിഡിൻ്റെ സമയത്ത് കുറേ കുട്ടികൾ ഇതേപോലെ യൂട്യൂബ് ചാനലുകൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് യൂണിസെഫിൻ്റെ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു, ഓൺലൈൻ ക്യാമ്പ്. അതിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ യൂണിസെഫിൻ്റെ യൂത്ത് അഡ്വക്കസി, അതിൻ്റെ ഒരുപാട് ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തു. അങ്ങനെ അതിലത്തെ അങ്ങനത്തെ കുറച്ച് ക്യാമ്പുകളും ക്ലാസ്സുകളും ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടാണ് അവിടെ നിന്നാണ് ഈ കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് ഉള്ള ആ ഒരു അങ്ങനെ കണ്ടന്റ് ക്രിയേറ്റർ ആവുന്നത്. അങ്ങനെയാണ്. ഇപ്പോൾ 3 കൊല്ലമായി. അത് 2 കൊല്ലത്തേക്കുള്ളതായിരുന്നു. ഇപ്പോൾ 3 കൊല്ലമായിട്ട് 13ാമത്തെ വയസ്സ് തൊട്ട് ഞാനിപ്പോൾ ചെയ്യുന്നത് കണ്ടന്റ് ക്രിയേറ്റർ. ഈ കണ്ടന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് നമുക്കറിയാം അപ്ലോഡ് ചെയ്യുക. യൂട്യൂബ് പോലുള്ള ഒരു വാസ്റ്റ് ആയിട്ടുള്ളൊരു എൻവയോൺമെൻ്റ് ആണ്. അതിലേക്കൊക്കെ നമ്മൾ ഇടുമ്പം പലപ്പോഴും അഭിപ്രായങ്ങൾ പലത് വരാറുണ്ട്. ഞാൻ കാണാറുണ്ട് ചില കമൻറ്റുകളിലൊക്കെ ഉമ്മ ടീച്ചറെ എന്ന് വിളിച്ചിട്ട് കുട്ടികളിങ്ങനെ ചോദിക്കുന്നതായിട്ടൊക്കെ. അപ്പം നമ്മളിങ്ങനെ ഇടുമ്പോൾ പല കമൻറ്റ്സ് വരും, അല്ലെങ്കിൽ ചിലപ്പം ചിലത് വിഷമമാകുമായിരിക്കും. എങ്ങനെയായിരുന്നു അതിനെയൊക്കെ ഡീൽ ചെയ്തിരുന്നത്? ആദ്യമൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഒക്കെ ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ കൂടുതൽ ഞാൻ ആ സമയത്ത് കോവിഡിൻ്റെ സമയത്ത് ഞാനിപ്പോൾ ഇതിനേക്കാളും ചെറുതായിരുന്നു. അപ്പോൾ എനിക്ക് തന്നെ ഇപ്പോൾ അത് വായിച്ച് മനസ്സിലാക്കാനായിട്ട്, അപ്പോൾ കൂടുതലും കമൻറ്റ് വായിക്കുമ്പോഴൊക്കെ അമ്മയുടെയൊക്കെ കൂടി ഇരുന്നിട്ട് തന്നെയായിരുന്നു വായിക്കുന്നുണ്ടായിരുന്നത്. പിന്നെ വിഷമിപ്പിക്കുന്ന കമൻറ്റുകൾ വിഷമം വരും, പക്ഷെ അങ്ങനത്തെ കമൻറ്റുകൾ നമ്മളങ്ങനെ മൈൻഡ് ചെയ്യാറില്ല.
അങ്ങനെയായിരുന്നു. പിന്നെ ടീച്ചറെ എന്നൊക്കെ വിളിക്കുമ്പോൾ ആ സമയത്ത് അന്ന് ഞാൻ ഭയങ്കര ചെറുതാണ്, അപ്പോൾ വിളിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര സന്തോഷം, എക്സൈറ്റ്മെന്റ് ആണ് കൂടുതലുണ്ടായിരുന്നത്. പിന്നെ അതേപോലെ തന്നെ ആങ്കറിങ്ങിലേക്കൊക്കെ വരുന്നു, ഡബ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ എങ്ങനെയായിരുന്നു? ഡബ് ചെയ്യുന്നത് ശരിക്കും യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെയായിരുന്നു. അത് ശരിക്കും ക്രെഡിറ്റ് സ്കൂളിന് തന്നെയാണ്. കാരണം സ്കൂളാണ് എൻ്റെ പേര് പറഞ്ഞത്. അതൊരു ദിവസം എനിക്ക് തോന്നുന്നു 3ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് കോട്ടയിലെ LP-യിൽ ഇതേപോലെ ഈ ഹിബിസ്കസിൻ്റെ കാത്തു അത് ചെയ്യുന്ന അവരുടെ ഒരു ഓഡിഷൻ വെച്ചു. അപ്പോൾ ഇങ്ങനെ കുറേ കുട്ടികളെ വിളിക്കുന്ന കൂട്ടത്തിൽ എന്നെയും വിളിച്ചു. അങ്ങനെ വിളിച്ചിട്ട് അവിടെ അവർ നമുക്കിങ്ങനെ ഒരു ഡയലോഗ് തരും, അതൊന്ന് പറഞ്ഞു നോക്കാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു. അങ്ങനെ പിന്നെ അവർ ഡബ് ചെയ്യാനായിട്ട് വിളിക്കുക. അങ്ങനെ ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് കാത്തു 4-ലെ ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത് ഫസ്റ്റ്. പിന്നീട് ഇതേപോലെ സർക്കാരിൻ്റെ കുറേ ഈ അവയർനെസ് ആനിമേഷൻ വീഡിയോസ് അതിലൊക്കെ ഡബ് ചെയ്തിട്ടുണ്ട്. പിന്നെ കാത്തു, പൂപ്പി, അങ്ങനത്തെ കുറേ. ആങ്കറിങ്ങിലേക്ക് എത്തിയിരുന്നത് എങ്ങനെയായിരുന്നു? ആങ്കറിങ്ങിലേക്ക് എത്തിയതും ഇതേപോലെ ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് ഇതേപോലെ സർക്കാർ പരിപാടി ആങ്കർ ചെയ്യുന്നത് 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നവംബറിൽ സ്കൂൾ തുറന്ന സമയത്താണ് ചെയ്യുന്നത്. അത് ഇതേപോലെ ചെയ്തു. പിന്നെ ഇതേപോലെ ഒരുപാട് തവണ ചെയ്തുള്ള ഒരു പ്രാക്ടീസ് കാരണം നല്ല രീതിയിൽ ഇപ്പോൾ നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ അത് നല്ലപോലെ ചെയ്യാനായിട്ടൊക്കെ പറ്റും. അപ്പോൾ ഇതേപോലെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വിളിക്കും, അത് സ്കൂള് വഴി വിളിക്കും. അങ്ങനെ ഇപ്പോൾ ഗവൺമെൻറ് സ്കൂൾ ആയതുകൊണ്ട് ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരുപാട് പ്രോഗ്രാംസ് ഇപ്പോൾ കോട്ടയിൽ വെച്ച് തന്നെ നടക്കും. ഇപ്പോൾ പാഠപുസ്തക വിതരണം അങ്ങനത്തെയൊക്കെ, ഇപ്പോൾ സിലബസ് മാറിയപ്പോൾ ഉള്ള പാഠപുസ്തക വിതരണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ആങ്കർ ചെയ്തു. പിന്നെ അവിടെ നിന്നാണ് പിന്നെ കലോത്സവത്തിലെ ആങ്കറിങ്ങിലേക്ക് വന്നത്. അത് ശരിക്കും ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം കലോത്സവത്തിൻ്റെ ആങ്കറിങ് കിട്ടി, അതിൻ്റെ ഇനോഗ്രേഷൻ്റെ അതിൻ്റെ സമാപനത്തിൻ്റെ ആങ്കറിങ് കിട്ടി. അത് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും. കലോത്സവത്തിൻ്റെ ടെൻഷൻ ഉണ്ടാവും അങ്ങനത്തെ ശരിക്കും, കാരണം പെട്ടെന്നായിരിക്കും നമ്മുടെ സ്ക്രിപ്റ്റ് ചേഞ്ച് ആവുക, അവിടുത്തെ ഒരു സാഹചര്യം അനുസരിച്ചിട്ടായിരിക്കും. അപ്പോൾ അത് പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് ആൾക്കാരുള്ള ഒരു വേദിയിൽ ആങ്കർ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ശരിക്കും നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. അതേപോലെ തന്നെ പഠിക്കുന്ന സമയത്ത് തന്നെയായിരുന്നു സ്കൂളിലുണ്ടായിരുന്ന ഒരു ക്ലിനിക്ക്, അതിന് പ്രവർത്തനം ഏകദേശം ഇല്ലാതാകുന്നു. പിന്നീട് അത് ഉമയുടെ ഒരു അഭ്യർത്ഥനയും ഒരു പ്രവർത്തനമൊക്കെ ആയിരുന്നു. അങ്ങനെ വിദ്യാഭ്യാസ മന്ത്രിയെ നേരിൽ കാണാൻ സാധിച്ചു. എങ്ങനെയായിരുന്നു ആ അനുഭവമൊക്കെ? അത് ശരിക്കും സ്കൂളിലിപ്പോൾ ക്ലിനിക്ക് എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യമുള്ളത്. കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ അസംബ്ലിയൊക്കെ നടത്തുകയാണെങ്കിൽ പോലും പലപ്പോഴും കുട്ടികളൊക്കെ തലയിറങ്ങി വീഴുക, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ശരിക്കും ക്ലിനിക്ക് ഇതേപോലെ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ LP-യിൽ പഠിക്കുന്ന സമയത്ത് ഒരു ക്ലിനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ അതെപ്പോഴും അത് നിർത്തി, എനിക്ക് തോന്നുന്നു ആ കോവിഡ് കഴിഞ്ഞ സമയത്താണെന്ന് തോന്നുന്നു. ആ സമയത്ത് അത് നിർത്തി. പിന്നീട് അവിടെ ഒരു ക്ലിനിക്കില്ലാത്തൊരു ഒരവസ്ഥ വന്നു. അപ്പോൾ അവിടെ സ്ഥലമുണ്ട്, ക്ലിനിക്ക് നമ്മളെല്ലാം പണിതൊക്കെ വെച്ചിട്ടുണ്ട് സ്കൂളിൽ. പക്ഷെ അതിന് വർക്ക് ചെയ്യാനായിട്ടുള്ള ആൾക്കാരും അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതൊക്കെ കിട്ടേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ 1-2 പ്രശ്നങ്ങൾ അങ്ങനെ വന്നുകൊണ്ടാണ് അതിങ്ങനെ ഇതേപോലെ പറയേണ്ടത്. അങ്ങനെ കുറച്ച് ടീച്ചേഴ്സിൻ്റെയൊക്കെ ഹെൽപ്പോടുകൂടി ഒരു വീഡിയോ ചെയ്തു. അങ്ങനെ ആ ഒരു വീഡിയോ ചെയ്തു. പിന്നെ അതിന് ശേഷമാണ് ഇതേപോലെ എഡ്യൂക്കേഷൻ മിനിസ്റ്ററിനെ കാണാനായിട്ട് പറ്റിയത്. സാറിനെ നേരിട്ട് പോയി കണ്ടു. അങ്ങനെ അത് ചെയ്യാനായിട്ട് അങ്ങനത്തെ ഒരു അവസരം അതിൽ കിട്ടിയ. പിന്നെയാണ് മനോരമയിൽ ആ ഒരു വാർത്ത മറ്റേ പറയാനായിട്ടുള്ള ഇത് കൊടുത്തത്. എത്ര വയസ്സുള്ളപ്പോഴായിരുന്നു അന്ന് ഇത് നടന്നിരുന്നത്? ഇത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു. ഞാൻ 9th പഠിക്കുന്ന സമയത്താണ് ഇത് ചെയ്തത്. അതെ, കഴിഞ്ഞ വർഷമാണ്. അതേപോലെ തന്നെ ഒരു കാര്യമാണ്, അതായത് നമ്മളിങ്ങനെ ഒരു സമൂഹ മാധ്യമത്തിലേക്കൊക്കെ പ്രത്യേകിച്ച് കുട്ടികൾ, ഇപ്പം അറിയാം എല്ലാവരും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവരാണ്, എല്ലാവർക്കും സ്വന്തമായി ഫോണുണ്ട്, അങ്ങനെ ഇൻ്റർനെറ്റൊക്കെ തന്നെ എല്ലാവരുടെയും പക്കലുള്ളതാണ്. അപ്പോൾ പലപ്പോഴും പല അഭിപ്രായങ്ങളുണ്ട്. അതായത് കുട്ടികൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ യൂസ് ചെയ്യുമ്പോൾ അത് മിസ്യൂസ് ആയി പോകാനുള്ള അവസരങ്ങൾ, അതിപ്പം എല്ലാവർക്കും ഉള്ള കാര്യമാണ്. കാരണം നമ്മൾ യൂസ് ചെയ്യുന്നവർ എങ്ങനെയാണോ അതനുസരിച്ചാണ് നമുക്ക് ഒരു കീ പോലെ തന്നെ എങ്ങനെയാണോ ഉപയോഗിക്കുന്നത് അതനുസരിച്ച് തന്നെ. എന്താണ് ഉമ്മയ്ക്ക് ഇതിലുള്ള ഒരു ഔട്ട്ലുക്ക്? അല്ലെങ്കിൽ ഒരു കുട്ടി ഒരു സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? അതിപ്പോൾ കുട്ടികളെ എന്നല്ല ആരെയാണെങ്കിലും ശരിക്കും നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് മുഴുവനായിട്ട് മാറ്റുന്നത് ശരിക്കും പോസിബിൾ അല്ല. കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കോവിഡിന് ശേഷം കൂടുതലും കുട്ടികളുടെ പഠനം ഇതേപോലെ യൂട്യൂബും
അങ്ങനെയൊക്കെ നോക്കിയിട്ട് ഓൺലൈനായിട്ടായിരിക്കും കുട്ടികളൊക്കെ പഠിക്കുക ഒക്കെ ഉണ്ടാവുക. പിന്നെ അത് മിസ്യൂസ് എങ്ങനെ അത് മിസ്യൂസ് ആവാതിരിക്കണം എന്നുള്ള അതിൻ്റെ അവയർനെസ് കുട്ടികൾക്ക് കൊടുക്കണം. അത് കൊടുക്കാനായിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മുടെ ഇപ്പോൾ സ്കൂളുകളിലൊക്കെ അത് നടക്കുന്നുണ്ട്. കാരണം ഇപ്പം എൻ്റെ സ്കൂളിലൊക്കെ ഇതേപോലെ സൈബർ സെക്യൂരിറ്റിയുടെയൊക്കെ ക്ലാസ്സുകൾ, എങ്ങനെയാണ് കുട്ടികൾ മൊബൈൽ കൃത്യമായിട്ട് ഉപയോഗിക്കുക, അങ്ങനത്തെ അവയർനെസ് ക്ലാസ്സുകൾ കുട്ടികൾക്കും പാരൻസിനും ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലത്തെ ക്ലാസ്സുകളൊക്കെ കുട്ടികൾക്ക് കൊടുത്തിട്ട് അവർക്ക് എങ്ങനെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാം, എങ്ങനെ നമുക്ക് ഒരേ സമയം എങ്ങനെ അത് പഠിക്കാനും നമ്മുടെ എൻ്റർടൈൻമെൻറ്റിനും ഉപയോഗിക്കാം, അതേസമയം തന്നെ അത് മിസ്യൂസ് ആവാതെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള അവയർനെസ് കുട്ടികൾക്ക് കൊടുക്കണം. അങ്ങനെ കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള അവയർനെസ് പാരൻസും ടീച്ചേഴ്സും സ്കൂളും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അത് കുട്ടികൾക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും എന്നാണ് തോന്നുന്നത്. ഉമ്മി പറഞ്ഞതുപോലെയാണ്, നമ്മളിങ്ങനെ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു കുട്ടികളൊരു അഭിപ്രായം പറയുക അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ ഇനിഷ്യേറ്റീവ് എടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചില ആളുകളുണ്ട്, അതായത് അവൾ കുട്ടിയല്ലേ അവൻ കുട്ടിയല്ലേ ആ കാര്യങ്ങളൊന്നും കേൾക്കാനോ അല്ലെങ്കിൽ അതൊന്നും അംഗീകരിക്കാനോ അല്ലെങ്കിൽ ആ കുട്ടി പറയുന്നത് കേൾക്കാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ട്. അത് പലപ്പോഴും അവരുടെ ഒരു ഡെവലപ്മെൻറ്റിനെ കൂടെയാണ് നമ്മൾ ഇല്ലാതാക്കുന്നത്. അത് ശരിക്കും അംഗീകരിക്കാൻ സാധിക്കാത്തൊരു കാര്യം തന്നെയാണ്. പേരൻസ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ഒക്കെ അത് പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമല്ലേ? അതെ, തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, അതായത് ഇപ്പോൾ നമുക്ക് എന്ത് എൻക്വയറീസ് ഇപ്പോൾ കുട്ടികൾ, ഇപ്പോൾ ഞാൻ ഹെൽത്ത് ക്ലിനിക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഡയറക്റ്റ്ലി എനിക്ക് എഡ്യൂക്കേഷൻ മിനിസ്റ്ററിനെ കാണാനായിട്ടുള്ള ഒരു അവസരം കിട്ടി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുട്ടികൾ പറയുമ്പോൾ അതിന് പവർ കൂടുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് അവർ പറയുന്ന പല കാര്യങ്ങളും പലപ്പോഴും ഒരുപാട് പേര് ഇൻഫ്ലുവൻസ് ചെയ്യും. ഇപ്പോൾ ഞാൻ ചാനൽ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ കുറേ കുട്ടികൾക്ക് അത് ഹെൽപ്പായി. അപ്പോൾ കുട്ടികൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് കൂടും ശരിക്കും. അപ്പോൾ ശരിക്കും അത് നമ്മൾ കുട്ടികളെ അങ്ങനെ വിലക്കാനായിട്ട് പാടില്ല. ഇപ്പം എനിക്ക് തോന്നുന്നു കുറേ പേർക്ക് കേൾക്കുന്നുണ്ട് മുമ്പത്തേക്കാളും ഒക്കെ. ആ കുട്ടികൾക്ക് അഭിപ്രായങ്ങൾ പറയാനായിട്ടുള്ള അവസരമൊക്കെ ഇപ്പോഴുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു അന്തരീക്ഷം ഇന്നത്തെ കാലത്തുണ്ട്. മുമ്പ് അതുണ്ടായിരുന്നില്ല, അത്രയ്ക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം അതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും വിലക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വിലക്കാൻ പാടില്ല. കാരണം കുട്ടികൾ പറയുന്ന പല അഭിപ്രായങ്ങളും ശരിക്കും അത് നല്ല അഭിപ്രായങ്ങളായിരിക്കും. അത് അതേപോലെ തന്നെയാണ് നമ്മൾ ഈ സ്കൂൾ എന്നൊക്കെ പറഞ്ഞ ഒരു സെക്കൻഡ് ഹോമാണ്. പലപ്പോഴും നമ്മളുള്ള സമയത്തിനേക്കാളും ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്ന സ്ഥലമാണ് സ്കൂള്. അപ്പം ഇവിടെ നമ്മളുടെ ഒരു എല്ലാ ഫോർമേഷനാണ്, നമ്മുടെ ഐഡിയാസ് ആയിക്കോട്ടെ, നമ്മുടെ തോട്ട്സ് ആയിക്കോട്ടെ, അങ്ങനെ എല്ലാവിധമായിട്ടുള്ളൊരു നമ്മളൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ബീങ് ആക്കി മാറ്റുന്ന ഒരു ഇടമാണ്. അപ്പം ഇവിടെ നമുക്ക് ചില ഇടങ്ങളിൽ, ചില സ്കൂളുകളിലായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റായിക്കോട്ടെ, അവിടെ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഒക്കെ തന്നെയും നമുക്കറിയാം ബാക്ക് ബെഞ്ചേഴ്സാണ് അവർ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ലേബലിലാക്കുക, അല്ലെങ്കിൽ അവരെ ഒന്നും അംഗീകരിക്കാതിരിക്കുക, അല്ലെങ്കിൽ അവർ ബിലോ ആവറേജ് ആണ്. പലപ്പോഴും നമുക്കറിയാം എക്സാംസിൻ്റെ മാർക്ക് അനുസരിച്ച് കുട്ടികളെ മാറ്റിയിരുത്തുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ശരിക്കും മെൻ്റലിയും അവരെ തകർക്കുന്ന ഒരു കാര്യമല്ലേ? അതെ, കാരണം തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് ഇപ്പോൾ പഠിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്കൊരു എക്സ്ട്രാ സപ്പോർട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് പകരം ഇപ്പോൾ അവരെ തള്ളിക്കളയുക അല്ലെങ്കിൽ മാറ്റി നിർത്തുക, അവരെന്തായാലും ഇപ്പോൾ പരീക്ഷയ്ക്കാണെങ്കിൽ പോലും അവർ നല്ല രീതിയിൽ സ്കോർ ചെയ്യില്ല എന്ന് അങ്ങനെയൊക്കെ പറഞ്ഞവരെ മാറ്റി നിർത്തല്ല, എക്സ്ട്രാ സപ്പോർട്ടാണ് കൊടുക്കേണ്ടത്. പിന്നെ ബാക്ക് ബെഞ്ച് അതൊക്കെ ഇപ്പോൾ കുറച്ചൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ക്ലാസ്സിലൊക്കെ തന്നെയാണെങ്കിൽ ബെഞ്ച് റൊട്ടേഷനാണ്. അതായത് എല്ലാവരും എല്ലാ ബെഞ്ചിലും ഇരിക്കണം. നമ്മൾ ഒരു ദിവസം ഫ്രണ്ട് ബെഞ്ചിലാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ബാക്ക് ബെഞ്ച്. അപ്പോൾ ബാക്ക് ബെഞ്ച് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് എന്ന് പറയുമ്പോൾ ബാക്ക് ബെഞ്ച് എന്ന് പറഞ്ഞാൽ അത് പഠിക്കാത്തവർ മാത്രം ഇരിക്കുന്ന അങ്ങനത്തെ ഒരു സ്ഥലം ഒരു പരിധി വരെ അങ്ങനെ അല്ല. പിന്നെ അവർക്ക് വേണ്ട സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത് ടീച്ചേഴ്സ് ആണെങ്കിലും അത് കൊടുക്കണം എന്ന് തന്നെയാണ്. ഒരു ട്രോമകളുടെ ഒരു ഇടവും കൂടിയാണ്. കാരണം ചെറുപ്പത്തിൽ നമുക്ക് കേൾക്കുന്ന ബുദ്ധിമുട്ടുകൾ അത് എത്ര വലുതായാലും മാറില്ല. ഇപ്പം എന്നെ സംബന്ധിച്ചൊക്കെ ഞാൻ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത്, ഒരു 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് പാട്ടിൻ്റെ ഒരു മത്സരം, അപ്പോൾ അതിൽ പങ്കെടുക്കാൻ കുട്ടികളെല്ലാം നമ്മളൊരു ഗ്യാങ് ആയിട്ടായിരുന്നു. അപ്പം നമുക്കന്ന് ഭയങ്കര ആവേശമാണല്ലോ. അപ്പം ഞാനും അതിൽ പങ്കാളിയായി, നമ്മളൊരു ഗ്രൂപ്പായി. പക്ഷേ അന്ന് അതിൻ്റെ പ്രാക്ടീസ് സെക്ഷനിൽ എന്നെ ഒരു മിസ്സ് അവിടുന്ന് മാറ്റി, അല്ലെങ്കിൽ ബാക്കിൽ നിൽക്കൂ എന്ന് പറഞ്ഞ് മാറ്റി. കാരണം എൻ്റെ സൗണ്ട് പാട്ട് പാടാൻ കൊള്ളില്ല എന്ന് പറഞ്ഞാൽ അതെന്നെ വളരെയധികം തളർത്തി. അന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്
എനിക്ക് എന്തോ കുറവുണ്ട്, അല്ലെങ്കിൽ എൻ്റെ സൗണ്ട് കൊള്ളില്ല. പക്ഷെ ഇന്ന് ഞാൻ ജീവിക്കുന്നത് എൻ്റെ സൗണ്ട് കൊണ്ടിട്ടാണ്. അന്നും ഇന്നും എനിക്ക് പാട്ട് പാടാൻ പറ്റില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു മൊമെൻ്റാണ്. അത് എന്നും എനിക്കൊരു വേദനയാണ്. കാരണം അതുപോലൊരു ബുദ്ധിമുട്ട് അതൊരിക്കലും മാറില്ല. അതുപോലെയാണ് പല കുട്ടികൾക്കും സ്കൂളുകളിൽ നിന്ന് ഏൽക്കുന്ന ഓരോ ട്രോമാസ് ഉണ്ട്. ടീച്ചേഴ്സൊക്കെ അടക്കം, പ്രത്യേകിച്ച് നമ്മുടെ കൂടെയുള്ള കുട്ടികളാണെങ്കിൽ പോലും അതൊന്ന് പരിഗണിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതെ. അപ്പം അങ്ങനെ ഇപ്പോൾ സ്കൂളുകളിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ഇപ്പോൾ എല്ലാവർക്കും ഒരുപാട് കുട്ടികൾ, ഇപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് കുട്ടികളുടെ അടുത്ത് ഇപ്പോൾ അങ്ങനെ പഠിക്കാനായിട്ട് ഇപ്പോൾ പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ എക്സ്ട്രാ ആക്ടിവിറ്റീസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ അങ്ങനെ കേട്ടിട്ടുണ്ട്, അങ്ങനെ മാറ്റി നിർത്തുന്ന കാര്യം. അങ്ങനെ കുട്ടികളുണ്ടെങ്കിൽ അവർ സ്വയം അതിനെ അതിജീവിച്ചുകൊണ്ട്, ഇപ്പോൾ ചേച്ചി പറഞ്ഞില്ലേ ചേച്ചി സൗണ്ട് കൊണ്ടാണ് ഇപ്പൊ നിൽക്കുന്നത്, അപ്പം അതേപോലെ അതിനെ അതിജീവിച്ചുകൊണ്ട് അത് പറ്റും, അത് ചെയ്ത് കാണിച്ചു കൊടുക്കാം എന്നുള്ള ഒരു കോൺഫിഡൻസ് വേണം. ആ കോൺഫിഡൻസ് ആ ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്നത് പോലെ തന്നെ ആ കൂടെയുള്ളവരും, അവരുടെ ഫ്രണ്ട് സർക്കിൾ ആണെങ്കിലും ഫാമിലി ആണെങ്കിലും ഒക്കെ അവരെ സപ്പോർട്ട് ചെയ്ത് ഇപ്പോൾ ആ ഒരു ട്രോമയിൽ നിന്ന് അവരെ കൊണ്ടുവരണം. അവരെ അതിൽ നിന്ന് അതിജീവിക്കാനായിട്ടുള്ള സപ്പോർട്ട്, മെൻ്റൽ സപ്പോർട്ട് ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും അത് കൊടുക്കണം. ഏറ്റവും പ്രധാനമായിട്ട് അങ്ങനത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് തുറന്നു പറയണം. തുറന്നു പറഞ്ഞാൽ മാത്രമേ നമുക്കത് പരിഹരിക്കാനായിട്ട് പറ്റുള്ളൂ. അതേപോലെ തന്നെ ഇപ്പം റീസെൻ്റായിട്ട് നടക്കുന്നതാണ്, പാലക്കാട് ഒരു അധ്യാപകൻ സ്വന്തം വിദ്യാർത്ഥിയെ ഉപദ്രവിക്കുകയാണ്, അത് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ. പിന്നീട് ഇപ്പോഴിതാ കൗൺസിലിംഗ് നടത്തിയപ്പോൾ ഒരുപാട് കുട്ടികൾ രംഗത്തെത്തുകയാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാകുന്ന ഒരു കാര്യം, അതായത് കൗൺസിലിങ്ങിൻ്റെ കുറവ്. നമുക്കറിയാം, ഇപ്പം ഉമ്മ പറഞ്ഞതുപോലെ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഉമ്മ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ കൗൺസിലിംഗ് കാര്യങ്ങളും അടക്കമുള്ളത്. സ്കൂളിലൊക്കെ നമുക്കറിയാം ചിലപ്പോൾ ഒരു കൗൺസിലിംഗ് യൂണിറ്റ് കാണും, പക്ഷേ അതിൻ്റെ പ്രവർത്തന മാസത്തിലൊന്ന് അല്ലെങ്കിൽ അങ്ങനെയായിരിക്കും, ചിലപ്പോൾ കാണത്തേയില്ല. പക്ഷേ ഇത് ഫ്രീക്വൻ്റ് ആയിട്ട് നടത്തേണ്ടത് എന്ത് അത്യാവശ്യമാണെന്നാണ് ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ എൻ്റെ സ്കൂളിൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കൗൺസിലിംഗ് ഉണ്ട്. അതായത് സ്കൂള് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എപ്പോഴും കൗൺസിലർ ഉണ്ടാവും അവിടെ ഉണ്ടാവും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ പോകില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ ചില സ്കൂളുകളിൽ ഇപ്പോൾ ഉണ്ടാവും മാസത്തിലൊരിക്കൽ, അങ്ങനെയല്ല, ശരിക്കും എല്ലാ ദിവസവും വേണം. ഇപ്പോൾ എൻ്റെ സ്കൂളിലാണെങ്കിൽ എല്ലാ ദിവസവും ഉണ്ട്, കൗൺസിലർ അവിടെ ഉണ്ട്, ഓൾവേസ് അവർ അവിടെ ഉണ്ടാവും. പക്ഷേ കുട്ടികൾ പോവില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ എൻ്റെ സ്കൂളിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രശ്നം അതാണ്. കാരണം എന്ന് വെച്ചാൽ കുട്ടികൾ പോകുമ്പോൾ കുട്ടികൾക്ക് തന്നെ ഒരു ഇൻസെക്യൂരിറ്റി തോന്നും. ഇപ്പം ഞാൻ കൗൺസിലറിനെ കണ്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ അത് അറിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും. അപ്പോൾ ശരിക്കും കൗൺസിലിങ്ങിന് പോകുന്നവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ, അതായത് എന്തെങ്കിലും ഒരു പ്രശ്നമുള്ളവർ എന്നുള്ളതല്ല, ആർക്ക് വേണമെങ്കിലും കൗൺസിലറെ കാണാം. നമുക്ക് എന്ത് തരത്തിലുള്ള കിട്ടിയിരിക്കുന്നത് പേരൻസിൽ നിന്നാണ്. കാരണം ഇങ്ങനെ ഒരു തോട്ടുണ്ട്, ഇപ്പോൾ സൈക്കോളജിസ്റ്റിനെ കാണുക അല്ലെങ്കിൽ ആ ഒരു രീതിയാണ്, ഒരു സൈക്കോളജിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിനെ. അപ്പോൾ അത് ശരിക്കും ഇപ്പോൾ ഒരു കൗൺസിലറിനെ കാണുക അല്ലെങ്കിൽ ഒരു തെറാപ്പി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തോ ഒരു പ്രശ്നമാണ്. അപ്പം എനിക്കെന്തോ പ്രശ്നമുള്ള പോലെ ബാക്കിയുള്ളവർ വിചാരിക്കും എന്നാൽ അത് ചില പാരൻസിന് അങ്ങനത്തെ ധാരണയുണ്ട്. ഓൾസോ ചില ടീച്ചേഴ്സിനും അങ്ങനത്തെ ധാരണയുണ്ട്. അപ്പോൾ അങ്ങനെ ശരിക്കും അങ്ങനെ കുട്ടികൾ പോവാത്ത, കുട്ടികൾ കേട്ട് അങ്ങനെ കുട്ടികൾ പോവാത്തൊരു അവസ്ഥയുണ്ട്. ശരിക്കും ഞാനത് നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞങ്ങളുടെ ബാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10th ബാച്ച് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സിലബസ് മാറിയ ബാച്ചാണ്. സോ ഈ വർഷം സിലബസും പരീക്ഷയുടെയൊക്കെ പാറ്റേണും ഒക്കെ അത്യാവശ്യം മാറിയിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ ടഫായി, മുമ്പത്തെ സിലബസിനേക്കാളും നല്ല രീതിയിൽ ടെക്സ്റ്റ് ബുക്കും ഒക്കെ ടഫായി. അപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് ഇങ്ങനെ ഈ പരീക്ഷാ സമ്മർദ്ദം അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഈ എക്സാമൊക്കെ, ഇപ്പോൾ മോഡൽ എക്സാം, ബോർഡ് എക്സാം ഒക്കെ വരാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ പരീക്ഷയുടെ പേടി, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ശരിക്കും അങ്ങനെയുള്ള കുട്ടികൾക്ക് ശരിക്കും കൗൺസിലിംഗ് എടുക്കാൻ പറ്റും. അവർക്ക് കൗൺസിലിംഗ് എടുക്കാൻ കൗൺസിലർ അവിടെ ഉണ്ട്, പക്ഷെ കുട്ടികൾ പോവില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ശരിക്കും അങ്ങനെ വിചാരിക്കാതെ നമുക്ക് നമ്മുടെ ഒരു ഡൗട്ട് നമ്മൾ ക്ലിയർ ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു രീതിയിൽ വിചാരിച്ച് നമുക്ക് എങ്ങനത്തെ കുറച്ച് ഡൗട്ട്സ് ഉണ്ട് അതൊന്ന് ക്ലിയർ ചെയ്ത് നമ്മളൊന്ന് ഫ്രീ ആവുക എന്നുള്ള രീതിയിൽ അങ്ങനെ വിചാരിച്ച് പോയി കഴിഞ്ഞാൽ അങ്ങനെ പോകാവുന്നതേ ഉള്ളൂ കൗൺസിലിംഗ് ഒക്കെ. പിന്നെ മാത്രമല്ല കൂടുതൽ ഇപ്പോൾ അങ്ങനെ
പോവാത്ത കുട്ടികൾക്കാണെങ്കിൽ പോലും ഇപ്പോൾ ക്ലാസ്സിൽ വന്നിട്ട് കൗൺസിലിങ്ങിൻ്റെ ഒരു സെഷൻ അല്ലെങ്കിൽ സ്കൂളിൽ അങ്ങനത്തെ ഒരു സെഷൻ അങ്ങനെയൊക്കെ വെക്കാനായിട്ട് സ്കൂളും അതിനായിട്ടുള്ള ഇനീഷ്യേറ്റീവ് എടുക്കണം. ഉമ്മ പറഞ്ഞതുപോലെ തന്നെ ഈ പേരൻസിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഒരു ഭീതി തന്നെയാണിത്. അപ്പോൾ ഫാമിലി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളൊരു കാര്യം നമുക്കറിയാം. പല വീട്ടിൽ നിന്നുള്ള കുട്ടികളാണ്, എല്ലാവരും പല സർക്കംസ്റ്റാൻസസിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. അവരുടെ പെരുമാറ്റം മറ്റു രീതിയിലായിരിക്കും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ശരിക്കും അതൊക്കെ തന്നെ പേരൻസിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ഒത്തൊരുമിച്ചൊരു ശ്രമം മാത്രം ഉണ്ടായാൽ മാത്രമേ ഈ കുട്ടീനെ ഒരു നല്ലൊരു ഇൻഡിവിജ്വലായിട്ട് വളർത്തിക്കൊണ്ട് വരാൻ സാധിക്കുകയുള്ളൂ. സ്കൂളും ഈക്വലി റെസ്പോൺസിബിൾ ആണ്. അതെ, ഉറപ്പായിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ എക്സാമിൻ്റെ കാര്യമാണെങ്കിൽ തന്നെ, പരീക്ഷയുടെയൊക്കെ കാര്യമാണെങ്കിൽ തന്നെ ഇപ്പോൾ പാരൻസിൻ്റെ ഒരു സപ്പോർട്ട് വേണം. കാരണം ഇപ്പോൾ ഇപ്പോൾ ക്രിസ്മസ് എക്സാമൊക്കെ കഴിഞ്ഞ അതിൻ്റെയൊക്കെ റിസൾട്ട് വന്ന ഒരു ടൈം ആയതുകൊണ്ട് തന്നെ ശരിക്കും പല വീടുകളിലും ഇപ്പോൾ കുട്ടികൾക്ക് ഇപ്പോൾ മാർക്ക് കുറഞ്ഞ, ഇപ്പോൾ ശരിക്കും കുട്ടികൾക്ക് മുമ്പത്തേക്കാളും കഴിഞ്ഞ വർഷങ്ങളെക്കാളും കുട്ടികൾക്ക് മാർക്ക് വാങ്ങിക്കാനായിട്ട് കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുറേ കുട്ടികൾക്ക് ഇതേപോലെ മാർക്കൊക്കെ കുറഞ്ഞ് വരുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പല വീടുകളിലും ശരിക്കും ഭയങ്കര പ്രശ്നമാണ്. ഇപ്പം ഈ ഒരു 10th ആയതുകൊണ്ട് തന്നെ, നമ്മുടെ ആ ഒരു ബോർഡ് എക്സാമിൻ്റെ സമയം ആയതുകൊണ്ട് തന്നെ ഭയങ്കര പ്രഷറും, ഇപ്പോൾ കുട്ടികളുടെ ഇപ്പോൾ ട്യൂഷന് പോവുക, അല്ലെങ്കിൽ ഇപ്പോൾ ട്യൂഷന് പോകുന്ന കുട്ടികളാണെങ്കിൽ തന്നെ ട്യൂഷൻ സമയം കൂട്ടുക, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളും, പിന്നെ പാരൻസിൻ്റെ അടുത്തുനിന്നുള്ള മെൻ്റൽ പ്രഷർ, അങ്ങനെ കുട്ടികൾക്ക് ഇപ്പോൾ ശരിക്കും ഒരുപാട് കുട്ടികൾക്ക് ഇതേപോലെ മെൻ്റലി അവർക്ക് ഭയങ്കര പ്രഷർ നേരിടുന്നത്, ഭയങ്കര സ്ട്രെസ്സ്, കുട്ടികൾ കൂടുതൽ ഒറ്റയ്ക്കിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ശരിക്കും അതല്ല വേണ്ടത്. നമുക്ക് ആ ഒരു മെൻ്റൽ പ്രശ്നങ്ങൾ, നമുക്കൊരു ഇമോഷണൽ സപ്പോർട്ടാണ് ശരിക്കും വേണ്ടത്. ഇത് പറ്റും, അല്ലെങ്കിൽ ഇത് ജസ്റ്റ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന ഒരു ഫസ്റ്റ് ബോർഡ് എക്സാം ആണ് എന്നുള്ള രീതിയിൽ അത്രയും ഒരു ഇമ്പോർട്ടൻസിൽ മാത്രം ഇതിനെ കണ്ടാൽ മതി എന്നുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ് ഓഫ് കോഴ്സ്, ബട്ട് എന്നാലും ആ ഒരു ഇതിൽ കണ്ടാൽ മതി എന്നുള്ള ആ ഒരു ഇമോഷണൽ സപ്പോർട്ട് പാരൻസ് ആണ് ശരിക്കും കുട്ടികൾക്ക് കൊടുക്കണം. ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം എൻ്റെ പാരൻസ് നല്ല രീതിയിൽ ആ ഒരു ഇമോഷണൽ സപ്പോർട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ പലർക്കും അങ്ങനെ ആയിരിക്കണമെന്നില്ല. പലർക്കും ഇതേപോലെ വീട്ടിൽ നിന്നുള്ള പ്രഷറൊക്കെ ഭയങ്കര അധികമായിരിക്കും. അപ്പോൾ അങ്ങനെ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ അത് കുട്ടികളെ അതായത് അവർ ഇമ്പ്രൂവ് ആവില്ല. അങ്ങനെ പ്രഷർ കൊടുക്കുക, അവർ ഇപ്പോൾ ഉള്ളതിനേക്കാളും താഴെയുള്ളൂ. പക്ഷേ നമ്മൾ ഒരു ഇമോഷണൽ സപ്പോർട്ടാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് കുട്ടികളെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് എളുപ്പം അത് സഹായിക്കും. അതുപോലെ തന്നെ കുട്ടികളുടെ റൈറ്റ്സിനെ കുറിച്ച്, അല്ലെങ്കിൽ അവരും ഇൻഡിവിജ്വൽ, അവർക്കും ഒരുപാട് അവകാശങ്ങളുണ്ട്. ഇക്കാര്യങ്ങൾ കുട്ടികൾക്കും അതുപോലെ തന്നെ പേരൻസിനായിക്കോട്ടെ ടീച്ചേഴ്സിനായിക്കോട്ടെ അറിയത്തില്ല. കുട്ടികളാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളാണ്, നിങ്ങൾ അങ്ങനെ എന്നുള്ള രീതിയിൽ. പക്ഷേ യൂണിസെഫിൻ്റെ കണ്ടന്റൊക്കെ നമുക്കറിയാം, മുമ്പേ അത് ചെയ്തിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് ആ ഒരു അവകാശ ബോധങ്ങൾ, അവർക്ക് ഉള്ള റൈറ്റ്സ് ആണ്, എഡ്യൂക്കേഷൻ റൈറ്റ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവർക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള റൈറ്റ്സ് ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ, ഇപ്പോൾ കുട്ടികളുടെ അവകാശങ്ങളെ പറ്റിയിട്ട് ശരിക്കും ഞാൻ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത് യുണിസെഫിൽ വന്നതിന് ശേഷമാണ്. കാരണം അതിൽ തന്നെ നമുക്ക് ആ ഒരു ക്ലാസ്സുകൾ തരുമ്പോഴും അതിൻ്റെ ട്രെയിനിങ് തരുമ്പോഴൊക്കെ അവർ പറഞ്ഞുതരും ഇന്ന കാര്യങ്ങളാണ് കുട്ടികളുടെ അവകാശം. പിന്നെ അവരുടെ മെൻ്റൽ ഹെൽത്തിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞുതരും. അത് ശരിക്കും ഒരു സോഷ്യൽ മീഡിയ വഴി ബാക്കി എൻ്റെ ഫ്രണ്ട്സിനും ഒക്കെ അവരെ അറിയിക്കാനും ബാക്കി ടീച്ചേഴ്സിനെയൊക്കെ അറിയിക്കാനും ഒക്കെ എന്നുള്ളത് എന്നെ സംബന്ധിച്ച് നല്ല സന്തോഷമുള്ളൊരു കാര്യമാണ്. അതേപോലെ തന്നെ ഇപ്പോൾ എനിക്കത് അറിയുന്ന പോലെ തന്നെ ഇപ്പോൾ പല കുട്ടികൾക്കും അതറിയില്ല. പിന്നെ പല കുട്ടികൾക്ക് മാത്രമല്ല, ഇപ്പോൾ മുതിർന്നവർക്കാണെങ്കിലും പലർക്കും അറിയാം, എന്നാൽ അറിയാത്തവരും ഉണ്ട്. അങ്ങനെ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ അത് അവരെ അറിയിക്കുക, കുട്ടികൾക്ക് ഇന്ന അവകാശങ്ങളാണ് ഉള്ളത്, അത് ആ തരത്തിൽ എങ്ങനെ കുട്ടികളുടെ അടുത്ത് ബിഹേവ് ചെയ്യണം എന്നുള്ളത് മുതിർന്നവരെയും അറിയിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ കുട്ടികൾക്കിടയിലുള്ള ലഹരി ഉപയോഗം, അത് പലപ്പോഴും പുറത്തു നിന്നുള്ള ഓരോ വ്യക്തികളൊക്കെ സ്കൂൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് നടക്കുന്നത്. അവരെ ക്യാരിയേഴ്സ് ആക്കി മാറ്റുക, അവരെയൊക്കെ തന്നെയും അതിന് അടിമകളാക്കുക, അങ്ങനെ ഒരുപാട് കാര്യമുണ്ട്. പക്ഷെ നമുക്ക് സ്കൂളിൽ നിന്ന് തന്നെ ഇത് ബേസിക് ആയിട്ട് തന്നെ തുടച്ചു നീക്കാൻ സാധിക്കുന്ന വലിയൊരു വിപത്ത് തന്നെയാണ്. ഇപ്പം ചെറിയ കുട്ടികളൊക്കെ അവരിലൂടെ തന്നെയും ഒരു ഫാമിലിയെ തന്നെ നശിപ്പിക്കാൻ ശേഷിയുള്ള ഒരു കാര്യമാണ് ഈ ലഹരി എന്നുള്ളത്. അപ്പം യൂണിസെഫിൻ്റെ പ്രവർത്തനമൊക്കെ ഇതിനെതിരെയും അതേപോലെ എങ്ങനെയാണ്? ശരിക്കും
ഇപ്പോൾ കുട്ടികളെയാണ് ഈ ലഹരി ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത്. കാരണം ഈ കുട്ടികൾക്ക് അതിനെ പറ്റിയിട്ട് വേണ്ടത്ര ഒരു ധാരണ ഇല്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ സ്കൂളുകളെയൊക്കെ കേന്ദ്രീകരിച്ചിട്ട് ഇപ്പോൾ ലഹരി ഉപയോഗം വരുന്നു. അപ്പോൾ ശരിക്കും അത് 3 ഘട്ടമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. കുട്ടികളുടെ അടുത്തേക്ക് ലഹരി എത്താതിരിക്കുക എന്നുള്ളത് ആദ്യത്തെ ഘട്ടം. കാരണം അതിന് എക്സൈസും പോലീസും ഒക്കെ അതിനെതിരെ അവർ പ്രവർത്തിക്കണം. ഇനി കുട്ടികൾ ഇപ്പോൾ ലഹരി ഉപയോഗിച്ചു എന്നുണ്ടെങ്കിൽ അവർക്ക് വരുന്ന ആ ഒരു ചേഞ്ച്, അവരുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാനായിട്ടുള്ള അറിവ് പാരൻസിനും ടീച്ചേഴ്സിനും ഉണ്ടാകണം. മാത്രമല്ല, ഇനിയിപ്പോൾ കുട്ടികൾ എങ്ങാനും അതിന് അഡിക്റ്റ് ആയി എന്നുണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്താതെ അവർക്ക് കൗൺസിലിംഗ് കൊടുത്ത് അവരെ വീണ്ടും നോർമലായിട്ടുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് 3ാമത്തെ ഘട്ടം. പിന്നെ കുട്ടികൾക്ക് ഇതിനെപ്പറ്റി ഒരു ഇത് കിട്ടുകയാണ്. ഇങ്ങനെ ആരെങ്കിലും ഇപ്പോൾ ലഹരി ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ അത് ആരെയാണെങ്കിലും ഇപ്പോൾ പോലീസിനായാലും എക്സൈസിനായാലും പിന്നെ ഇപ്പോൾ വിമുക്തി യോദ്ധാവ് ഒരുപാട് പദ്ധതികളുണ്ട്. അങ്ങനത്തെ പദ്ധതികളെയൊക്കെ അറിയിക്കുക, അതിനായിട്ടുള്ള അത് ചെയ്യാനായിട്ട് കുട്ടികളെ പ്രേരിപ്പിക്കുക, അത്തരം പദ്ധതികളെ പറ്റിയിട്ടുള്ള അറിവ് കുട്ടികളിലേക്ക് എത്തിക്കുക. അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ശരിക്കും അത് നമുക്ക് ഈ ലഹരിയെ തന്നെ നമുക്കിപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ തന്നെ മാറ്റാനായി, സമൂഹത്തിൽ നിന്ന് തന്നെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. ഉമ്മയ്ക്ക് എന്താണ് ആകാനാണ് ആഗ്രഹം ഭാവിയിലൊക്കെ? എന്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇതേപോലെ പബ്ലിക് സ്പീക്കിംഗ് അല്ലെങ്കിൽ ഇപ്പോൾ ഡബ്ബിങ്, ആങ്കറിങ് അങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ ഏറ്റവും സന്തോഷത്തോടു കൂടി ചെയ്യുന്നത്. അതാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഉള്ള ഒരു സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ ഇപ്പം അങ്ങനത്തെയൊക്കെ ഒരു കാര്യങ്ങൾ ആ ഒരു ഫീൽഡിലേക്ക് പോകാനാണ് കൂടുതൽ ആഗ്രഹം. ഇപ്പോൾ യുണിസെഫിന് വേണ്ടി വർക്ക് ചെയ്യുക, അത്തരത്തിലുള്ള ഒരു എൻ്റെ ഏറ്റവും സ്ട്രെങ്ത് എന്ന് പറയുന്നത് എൻ്റെ ഈ ഒരു കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ വെച്ച് എനിക്ക് എവിടെയാണോ എനിക്ക് നല്ല രീതിയിൽ എന്നെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുക അവിടെ നിൽക്കാനാണ് എനിക്ക് ആഗ്രഹം. എല്ലാവിധ വിഷസും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. എല്ലാ ആഗ്രഹങ്ങളും. താങ്ക് യു സോ മച്ച്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.